മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക്ക് ട്രാൻസ്ഫോമറാണ്. ഇറ്റ് കംസ് അണ്ടർ ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ഡിവൈസസ്. ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ഡിവൈസസ് എന്ന ഭാഗത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ പറയുമ്പോൾ ട്രാൻസ്ഫോമറിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. ഇപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരം ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഉണ്ട്. അപ്പൊ നമുക്ക് ലോ വോൾട്ടേജ് ലെവലിനെ ഹൈ വോൾട്ടേജ് ലെവലിലോട്ട് ഇൻക്രീസ് ചെയ്യുക, ഹൈ വോൾട്ടേജ് ലെവലിനെ ലോയിലോട്ട് മാറ്റുക. ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് യു ഹാവ് എ കോയിൽ ലൈക്ക് ദിസ്. നമുക്ക് റെക്ടാങ്കുലർ കോയിൽ ഉണ്ട്. ഇത് സോഫ്റ്റ് അയൺ കൊണ്ടാണ് ഈ കോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് എ റെക്ടാങ്കുലർ കോയിൽ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സോഫ്റ്റ് അയൺ. ഇതിൽ നമ്പർ ഓഫ് ടേൺസ് ഇങ്ങനെ വൂണ്ടിയിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് വൂണ്ടിയിട്ടുണ്ട്. മേ ബി ഞാനിവിടെ കാണിച്ചിട്ട് തരും, നോക്കൂ. ഇതിനെ ഇതിനെ പ്രൈമറി എന്നും ഇതിനെ സെക്കൻഡറി എന്നും പറയും. ഈ നമ്പർ ഓഫ് ടേൺസ് പല രീതിയിലാവാം. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാവാം, സെക്കൻഡറിയിലെ കുറവാവാം, ഈ തിരിച്ചുമാവാം. സെക്കൻഡറി കൂടുതൽ, പ്രൈമറി കുറവാകും. ഈ രീതിയിലോ ഇതാണ് ട്രാൻസ്ഫോമർ. നമ്മൾ ഇവിടെ ലോ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു ഹൈ വോൾട്ടേജ് കിട്ടുക, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ലോ വോൾട്ടേജ് കിട്ടുക. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കിട്ടുന്നു. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിലോട്ട് നമുക്ക് കടക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിലോട്ട് കടക്കണം. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിലോട്ട് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഒരു കാര്യം ഇതില് നമുക്ക് വോൾട്ടേജിന്റെ ലെവൽ വേരിയേഷനും ബാക്കി കാര്യങ്ങളും അറിയണം. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എടുക്കുന്നതിൽ ജസ്റ്റ് എ മിനിറ്റ്, നമ്മൾ എടുക്കുന്നതിൽ സേ ഫ്ലക്സ് എടുക്കുകയാണ്. വി ആർ ടേക്കിംഗ് ദാറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് N1 ആണെന്ന് വിചാരിക്കും, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് N2 ആണെന്ന് വിചാരിക്കും, പ്രൈമറിയിലെ ഫ്ലക്സ് ϕ1 ആണെന്ന് വിചാരിക്കാം, സെക്കൻഡറിയിലെ ഫ്ലക്സ് ϕ2 ആണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം ഈ ഫ്ലക്സ്. നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ? ഫ്ലക്സ് ϕ is equal to BAN. നമുക്കറിയാം ϕ is equal to BAN. അപ്പൊ പ്രൈമറിയിലെ ഫ്ലക്സ് ϕ1 എന്നുള്ളത് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിന് പ്രൊപ്പോർഷണൽ ആണ്. ബിക്കോസ് വി ഹാവ് ദിസ് ഇക്വേഷൻ ϕ is equal to BAN. ക്ലിയർ? BAN. അപ്പോ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിന് പ്രൈമറിയിലെ ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ആണ്. ഇതുപോലെ സെക്കൻഡറിയിലെ ഫ്ലക്സ് ϕ2 ആണെങ്കിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് N2 ആണെങ്കിൽ ϕ2 പ്രൊപ്പോർഷണൽ ടു N2. ക്ലിയർ? ഇക്വേഷൻ ϕ പ്രൊപ്പോർഷണൽ ടു N, അതിൽ നിന്നാണ് ഇതിലോട്ട് പോയത്. നമ്മൾ ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യും. സോ യു ഗെറ്റ് ϕ1 by ϕ2 is equal to N1 by N2. എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാം. ഇവിടെ കോൺസ്റ്റന്റ് ഇൻറ്റു N1, ഇവിടെ കോൺസ്റ്റന്റ് ഇൻറ്റു, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ϕ1 by ϕ2 is equal to N1 by N2. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഇൻഡ്യൂസ് DMF എന്താണ്? ഇൻഡ്യൂസ് DMF E1 is equal to minus d∅ by dt. ഇത് നമുക്ക് E is equal to d∅ by dt. ലെൻസസിലാ ഞാൻ പ്രൈമറിയുടെ വോൾട്ടേജ് E1 എന്ന് എടുക്കുന്നു, സെക്കൻഡറിയുടെ പ്രൈമറിയുടെ ഫ്ലക്സ് അപ്പൊ ϕ1 ആവുന്നു. ഇവിടെ 1 ടേം പ്രൈമറിക്ക് കൊടുക്കുന്നത്, 2 ടേം സെക്കൻഡറി. സോ ϕ1 ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്രൈമറി, E1 വോൾട്ടേജ് ഇൻ ദി പ്രൈമറി, N1 പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്, N2 സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ്, ϕ2 സെക്കൻഡറിയുടെ ഫ്ലക്സ്, E2 സെക്കൻഡറിയുടെ വോൾട്ടേജ് അല്ലെങ്കിൽ EMF. സോ E2 is equal to minus d∅1 by dt. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ എന്ത് കിട്ടും? ഇവിടെ കൊടുക്കുമ്പോ E1 is equal to, അതുപോലെ E2 എത്ര കിട്ടുന്നു? ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കുന്നു E2 is equal to എന്ത് കിട്ടുന്നു? മൈനസ് d∅2 by dt. ശരിയാണല്ലോ? E1 ഇതാണെങ്കിൽ E2 ഇതായിരുന്നു. ഇത് വെച്ചിട്ട് നമ്മൾ എഴുതിയാണ്. ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ നടത്താണ് ഈ കിട്ടിയ ഇക്വേഷൻ. ഇതിന് ϕ1ന്റെ വാല്യൂ എത്ര ഉണ്ടാവും? ϕ1 is equal to N1 by N2 into ϕ2. ഇങ്ങനെ എടുക്കണ്ടേ? ഇത് ഇങ്ങോട്ട് കയറുമ്പോ ϕ1 is equal to N1 by N2 into ϕ2. അപ്പൊ E1ന്റെ വാല്യൂ ഇവിടെ എഴുതും. E1 is equal to മൈനസ് d∅1 by dt എന്നുള്ളത് ϕ1ന്റെ സ്ഥാനത്ത് N1 by N2 into ϕ2 ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടുത്തെ ഈ ϕ1ന്റെ സ്ഥാനത്ത് N1 by N2 into ϕ2 എന്ന് കൊടുത്തു. ഇത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആയ N1 by N2 വെളിയിലോട്ട് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു E1 is equal to ഈ ടേം വെളിയിൽ പോകുമ്പോൾ N1 by N2 വെളിയിലെടുത്താൽ ബാക്കി മൈനസ് d∅2 by dt. ആരാണ് d∅2 by dt എന്ന് പറഞ്ഞാൽ? അത് E2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നു E1 is equal to N1 by N2 into E2. ക്ലിയർ? E2. ഇതിൽ നിന്ന് E1 by E2 എത്ര കിട്ടി? E1 by E2 is equal to N1 by N2. This is very important. ഈ ഇക്വേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഇവിടെ നമ്മൾ
മൈനസ് ഡി ഫൈ ടു ബൈ ഡി ടി സ്ഥാനത്ത് ഇ ടു ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇ ടു ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊടുക്കുമ്പോൾ ഇക്വേഷൻ ഇതുപോലെ. ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? സേ E1 by E2 is equal to N1 by N2. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇതാണ്. നമുക്കറിയാം ഇതില് ഈ N1 by നമ്മൾ ഇത് എടുക്കുക ഈ ഇക്വേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം. തിരിച്ച് E2 by E1 is equal to എന്ത് കിട്ടുന്നു? E2 by E1 is equal to N2 by N1. Both are same. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇഫ് നോക്കൂ, ഇഫ് N2 greater than N1, അതായത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയേക്കാളും കൂടുതലാണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് E2 by E1 വാല്യൂ എന്നുള്ളത് ഒന്നിനെക്കാളും കൂടുതലായിരിക്കും. ക്ലിയർ? E2 by E1 വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ നമുക്ക് പറയുന്നു E2 വാല്യൂ E2 ഗ്രേറ്റർ ദാൻ E1, അതായത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കും. ഇപ്പൊ പ്രൈമറിയിൽ ലോ വോൾട്ടേജ്, സെക്കൻഡറിയിൽ ഹൈ വോൾട്ടേജ്. അപ്പൊ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താണ് കണ്ടീഷൻ? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. സ്റ്റെപ്പ് ഡൗണിൽ എന്ത് സംഭവിക്കും? തിരിച്ചു വരും. സ്റ്റെപ്പ് ഡൗണിൽ നമുക്കറിയാം, നോക്കൂ ഈ ഇക്വേഷനിൽ നിന്ന് ഇഫ് N1 ഗ്രേറ്റർ ദാൻ N2, N1ന്റെ വാല്യൂ N2നെക്കാളും കൂടുതലാണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് E1 by E2 ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ E1 ഗ്രേറ്റർ ദാൻ E2. ക്ലിയർ? അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കൂടുതലാണെങ്കിൽ പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജിനെക്കാളും കൂടുതലാണ്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പൊ രണ്ട് ട്രാൻസ്ഫോമർ ഡിസ്കസ് ചെയ്തു. ഒന്ന് സ്റ്റെപ്പ് അപ്പും മറ്റൊരു സ്റ്റെപ്പ് ഡൗണും. ഇത് വളരെ പ്രധാനപ്പെട്ട ഇതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഇനി മറ്റൊരു കേസ് ഉള്ളത്, ഇതിൽ നമുക്കറിയാം സാധാരണ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ എടുത്താല് ട്രാൻസ്ഫോമറിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഇൻടു കറന്റ്. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇതാണ്, സേ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും തുല്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. യു ആർ ടേക്കിംഗ് എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് പവർ, അതായത് പി ഔട്ട് ഈസ് ഈക്വൽ ടു പി ഇൻ. ഇതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. എന്താണ് ഔട്ട്പുട്ട് പവർ? E2 I2. ഔട്ട്പുട്ട് കറന്റ് ഇൻടു ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് പവർ എന്താണ്? E1 I1. ഇൻപുട്ട് വോൾട്ടേജ് ഇൻടു ഇൻപുട്ട് കറന്റ്. അപ്പൊ ഇതിൽ നിന്ന് ഐഡിയൽ ട്രാൻസ്ഫോമർ മാത്രം ആപ്ലിക്കബിൾ ആണ്. ഇതിൽ നിന്ന് E2 by E1 എത്ര കിട്ടും? E2 by E1 is equal to നമുക്ക് കിട്ടിയ എന്താണ്? I1 by I2. I1 by E1 I1 is equal to E2 I2. അല്ലെങ്കിൽ ഇതിൽ നിന്ന് E1 by E2 എത്ര കിട്ടും? E1 by E2 is equal to E1 by E2 is equal to തിരിഞ്ഞു വരുന്നു I2 by I1. അപ്പൊ ഇതും കൂടെ ഒന്ന് ചേർത്ത് എഴുതിയാൽ എന്തുണ്ട്? ഒന്ന് ചേർത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? എഴുതാം E1 by E2 is equal to N1 by N2 is equal to I2 by I1. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേസ് ഓഫ് എ ട്രാൻസ്ഫോമർ. ക്ലിയർ? ഇനി ഫൈനൽ കൺക്ലൂഷനിലോട്ട് പോവുകയാണ്. എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ നമ്മൾ അറിയണം. ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയിലോട്ട് കടക്കുമ്പോൾ നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഇതാണ്. എഫിഷ്യൻസി ഈറ്റ ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് ഈക്വൽ ടു പി ഔട്ട് ബൈ പി ഇൻ. ഔട്ട്പുട്ട് പവറിനെ ഇൻപുട്ട് പവർ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി. നാം അറിയേണ്ടത് എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ E2 I2 ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ E1 I1. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഇത് രണ്ടും തുല്യമാണ്. അതുകൊണ്ട് എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എഫിഷ്യൻസി ഈറ്റ 100% ആണ്. ഇതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. പക്ഷെ സാധാരണ ട്രാൻസ്ഫോമറിൽ ഇത് നടക്കത്തില്ല. പ്രാക്ടിക്കലി നമ്മൾ നടക്കുന്നത് ഇത് എപ്പോഴും ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് പവറിനെക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% വരത്തില്ല. കാരണം അവിടെ പവർ ലോസ് ഉണ്ട്. ഇനി പല കാരണങ്ങളാലും നമുക്ക് പവർ ലോസ് ഉണ്ടാവും. പല മെത്തേഡിൽ പല റീസൺസ് ഉണ്ട്. പവർ കോപ്പർ ലോസ് ഉണ്ട്, അയൺ ലോസ് ഉണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാൽ പവർ ലോസ് ഉണ്ടാവും. അത് നമ്മൾ മറ്റൊരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതാണ്, എന്താണ് ഒരു ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ ഉണ്ട്, ആ സോഫ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണ്, പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിൽ ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോസ് ഉണ്ട്, പവർ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് വെൽ. ഓക്കെ, താങ്ക് യു.